ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇതുണ്ടോ നമ്മുടെ ചക്കക്കുരു. അപ്പോൾ ഈ ചക്കക്കുരു വെച്ചിട്ട് ഇന്ന് നമ്മൾ മെഴുകുവരട്ടിയല്ല, നല്ലൊരു അടിപൊളി ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഒരു ചക്കക്കുരു ഇറച്ചിക്കറി, അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ. അപ്പോൾ ചക്കക്കുരു നമ്മൾ അരിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മെഴുകുവരട്ടിക്കൊക്കെ അരിയുന്ന പോലെ നീളത്തിലല്ല, ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കൊപ്രയാണ്, തേങ്ങാക്കൊത്തല്ല കൊപ്രയാണ്, തേങ്ങാക്കൊത്തായാലും മതി. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മസാല നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഇലയുണ്ട്, നമ്മുടെ ബേ ലീഫ് ഉണ്ട്, കുറച്ച് പെരിഞ്ജീരകമുണ്ട്, 2 ഗ്രാമ്പു ഉണ്ട്, കുറച്ച് കറുവാപ്പട്ടയുണ്ട് 2 പീസ്, പിന്നെ 2 ഏലക്കായും ജാതിപത്രി ഒരു സ്വല്പം എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കണം. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഉള്ളിയും കൂടെ വഴറ്റിയെടുക്കാനുള്ള എണ്ണയാണ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിക്ക് ആവശ്യമുള്ള എണ്ണ തന്നെ ചേർക്കാം. അപ്പൊ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. അപ്പൊ നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇനി എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പൊ ഈ കടുക് പൊട്ടിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മളിപ്പം വേറെ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല, കാരണം ഉള്ളി നമ്മൾ വഴറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് വേറെ ഉള്ളി നമ്മൾ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ ഇടാതെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഉണ്ടല്ലോ, അപ്പൊ ഈ കടുക് പൊട്ടാറാകുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് കൊടുക്കണം. ഞാൻ ഉള്ളി എന്ന് പറയാൻ വന്നത്, സാധാരണ നമ്മളെപ്പോഴും ഉള്ളിയാണ് ഇടുന്നത്, അപ്പൊ അതുകൊണ്ടാണ് ഉള്ളി എന്ന് പറയാൻ വന്നത്. അപ്പൊ തേങ്ങാക്കൊത്ത് സ്വല്പം സമയം എടുക്കും. ഇത് പിന്നെ കൊപ്ര ആയതുകൊണ്ട് കുറച്ചും കൂടെ വേഗമാകും. എന്നാലും നമ്മൾ കടുക് പൊട്ടി തുടങ്ങിയ ഉടനെ തന്നെ നമ്മള് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. പെട്ടെന്നാകും, കാര്യം കൊപ്ര ആയതുകൊണ്ടുണ്ടല്ലോ, നിസ്സാര സമയം മതി. അപ്പൊ അതിന്റെ കൂടെ നമുക്കിനി അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മസാല കൂട്ടുകൾ, നമ്മൾ ആ പൊടിക്കാത്ത മസാലയില്ലേ, അത് കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പൊ തീ ലോ ഫ്ലെയിം വെക്കണേ, അല്ലെങ്കിൽ വളരെ കുറച്ച് വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ പെരുംജീരകം അതെല്ലാം കരിഞ്ഞു പോകും. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ്. അപ്പൊ ഇനി നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മള് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി പൊളിക്കാനൊക്കെ മടിയാണെങ്കിൽ സവോള എടുക്കാം, പക്ഷെ ചെറിയുള്ളി ആയിരിക്കും കുറെ കൂടെ ടേസ്റ്റ് ഉള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചി നമ്മളൊരു 1/2 ഇഞ്ച് പീസ് എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് ചക്കക്കുരു ഒക്കെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം നമ്മൾ 1/2 ഇഞ്ച് പീസ് ഇഞ്ചിയും 2 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഉള്ളി ഉണ്ടല്ലോ ഒന്ന് അത്യാവശ്യം നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പൊ അതിന് വേണം നമുക്ക് സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്താൽ എളുപ്പമാവും. നമുക്കൊരു ശക്കല ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ കറിക്ക് ആവശ്യമുള്ള ഉപ്പല്ല, നമുക്ക് ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇതിപ്പോ ഈ മസാല കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല ഒരു മണവും വരുന്നുണ്ട്. അതെ, നമ്മളിപ്പം മറ്റേ ഗരം മസാല അല്ല, പൊടിക്കാതെ നേരിട്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ആദ്യം തന്നെ നമ്മുടെ മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത്. ഈ പൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാണ്, തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, കരിഞ്ഞു പോകും. ഇനി എരിവിനും കളറിനും ഒക്കെ ആവശ്യമായിട്ടുള്ള നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിന്റെ എല്ലാം ക്വാണ്ടിറ്റി എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി. പിന്നെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി. ഇത്ര സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന്റെ എല്ലാ പൊടികളുടെ പച്ചമണം മാറുന്നവരൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മുടെ ചക്കക്കുരു ചേർത്ത് കൊടുക്കാൻ. ഏകദേശം നമ്മുടെ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാവേ.
നമ്മൾ ഇതിന്റെ ആ മേളത്തെ ഉള്ള പാട മാത്രമേ മാറ്റിയിട്ടുള്ളൂ, കരിന്തൊലി മാറ്റിയിട്ടില്ല. അതെ, അതിന്റെ പ്ലാസ്റ്റിക് കവർ മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അതെ, പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് നമുക്ക് അത് നമുക്ക് ഹാനികരമാണ്. മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ കറുത്ത തൊലി നമ്മൾ അത് തന്നെ സ്വാഭാവികമായി അതേ തന്നെ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വേകാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ചു. അപ്പൊ ഇനി തീ കൂട്ടി വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ചാറ് എന്തുമാത്രം വേണം നോക്കിയിട്ടൊക്കെ വേണം. അതിനനുസരിച്ചിട്ട് ഇത് വേകാനുള്ള വെള്ളവും ചാറും എല്ലാം കൂടെ നോക്കിയിട്ട് ഇടുക. ഇച്ചിരി കുറുക്കി എടുക്കുന്നതാണ് അതിന്റെ ഒരു രസം. അപ്പൊ ഇനി കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ട്, സെറ്റ് ആയോ എന്നൊക്കെ നോക്കുക. ആദ്യം നമ്മൾ സ്വല്പം ഉപ്പ് നമ്മൾ ചേർത്തതാണ്. അപ്പൊ അത് നോക്കിയിട്ട് വേണം പിന്നെ രണ്ടാമത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഏകദേശം മതിയായിരിക്കും. അപ്പൊ നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കപ്പോഴേ ഇത് തുറന്നു നോക്കാം. നന്നായിട്ട് വറ്റി ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ചാറൊക്കെ കുറുകി നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. അതെ, നമ്മൾ ആ മസാല പൊടിക്കാത്ത മസാല ചേർത്തില്ലേ. അപ്പൊ ഇനി നമുക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. സ്വല്പം ഗരം മസാല കൂടെ ചേർത്തിട്ട് ഇത് നമ്മള് സ്റ്റൗ നിർത്താറാകുമ്പോൾ വേണം പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗരം മസാല ചേർക്കാൻ. അടിപൊളി, നല്ല ആ മണം സൂപ്പർ മണം കേട്ടോ. നമ്മുടെ ഈ ബേ ലീഫും. അതെ അതെ, അതായത് നമ്മള് എന്താ പറയുന്നത് മറ്റേ മട്ടണൊക്കെ കറി വെക്കുന്നത്. ഇറച്ചി കറി വെക്കുന്നതിന്റെ അതേ ടേസ്റ്റ്. അപ്പൊ ഇനി നമുക്കൊന്ന് ഉപ്പും കൂടെ ഒന്ന് നോക്കണം. ഉപ്പ് നോക്കിയേട്ടോ. ചെറിയൊരു പീസ് എടുത്തിട്ട്, നല്ല ചൂടാണ്. വെന്തല്ലോ അല്ലേ? ഉപ്പ് മതിയോ? ഇപ്പൊ നമുക്ക് നിർത്താം അല്ലേ? സംഭവം എല്ലാം ഓക്കെ ആയി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടല്ലോ, ചക്കക്കുരുവിൻ്റെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ കറി വെച്ചു. ഗ്യാരണ്ടിയാണ്. ചക്കക്കുരു എല്ലാവരും എടുത്ത് സൂക്ഷിച്ചു വെക്കത്തില്ലേ? നമ്മള് അടുത്ത ചക്കക്കുരു സീസൺ ആകുന്നവരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. പെട്ടെന്ന് ചീത്തയാവുന്നൊരു സാധനമാണ്. അപ്പൊ അങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കറിയൊക്കെ വെച്ച് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഉണ്ടല്ലോ, ഇത് നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. ഇപ്പൊ ഇതിന്റെ കൂടെ ഉണ്ടല്ലോ ഈ ചക്കയുടെ മറ്റെന്ത് പറയുന്നത്, മറ്റേ കൂനി, ആ സാധനമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ. കൂനി നമ്മുടെ അവിടെ പറയുന്നത് ആ നടുവശത്തെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഇല്ല. നമ്മുടെ പിഞ്ച് ചക്കയില്ല, പിഞ്ച് ചക്കയാണെങ്കിലും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇതേ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും. നല്ല മറ്റേ ശീമച്ചക്ക എന്ന് പറയുന്ന സാധനമില്ല, അതൊക്കെ കറി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ കൂടെ ഒന്ന് പറയണം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് പുതിയതായിട്ട് കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി നിർത്തിക്കോ. അപ്പം വ്യത്യസ്തമായ വേറൊരു രുചിയുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കക്കുരു ഇറച്ചിക്കറിയുമായിട്ട് എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.